നമസ്തേ. നമ്മൾ പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ പോകുന്നു കേട്ടോ. ഇപ്പൊ തന്നെ എനിക്കൊരു ചങ്കിനകത്ത് ഒരു ഇടിയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരിയായ ആളുകളിൽ ഒരാളാണ് ചേച്ചി. എന്റെ തല ഇടിക്കുന്നു കുഞ്ഞ്. ഇപ്പൊ ഓഫ് സ്ക്രീനിലും ഇത്ര ഭയങ്കര സുന്ദരി അടുത്ത് എന്റെ കൈ പൊള്ളും. എനിക്ക് നിക്കാൻ വയ്യ, ഞാൻ താന്നു പോകുന്നത്. എന്താ പറയുന്നല്ലേ. നമസ്തേ. ഡോക്ടറെ പറ്റി പറയുവാണെങ്കിൽ ഡോക്ടറെ ഞാൻ സത്യം പറയാലോ, ഈ പുട്ടിനകത്തെ ഞാൻ ഇച്ചിരി തലവോളിത്തരം കാണിച്ചിട്ടുണ്ട്. അത് ഒറ്റ കെയർ ഓഫ് ഡോക്ടർ വരുന്നുണ്ട് എന്നുള്ള കെയർ ഓഫിൽ, അതായത് റെമഡി ഞങ്ങൾക്ക് പറഞ്ഞു തരുമല്ലോ എന്നുള്ളൊരു കെയർ ഓഫ് ഉണ്ട്. അതെന്നാന്നല്ലേ ഡോക്ടർ ചിന്തിക്കുന്നേ. എന്നാൽ ഡോക്ടറെ പറ്റി പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ടോപ്പ് നമ്പർ 1 കാർഡിയോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. അതെന്നറിയോ, കുറച്ച് ആരോഗ്യകരമായ കാര്യങ്ങൾ നമ്മുടെ എന്നാ പറയുന്നത്, ഈ ഞാൻ ഉൾപ്പെടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഞാൻ ഉൾപ്പെടെ ചെയ്യണം. നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് ഹെൽത്തി ടിപ്സ്, പിന്നെ എന്നാ പറയുക, നമ്മുടെ പ്രേക്ഷകർ കുറച്ച് വേണ്ടാതീന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡോക്ടർ വേണം ഇന്ന് മറുപടി പറയാൻ. എന്തായാലും ഞങ്ങളുടെ കിച്ചണിലെ ആദ്യമായിട്ട് ഒരു ഡോക്ടർ വരുന്നത്, അതിന് ഫസ്റ്റ് ക്രെഡിറ്റ്. എന്തായാലും എനിക്കും സന്തോഷമുണ്ട്. കാരണം പലപ്പോഴും ഞങ്ങൾ ഡോക്ടർമാരൊക്കെ വിചാരിക്കും ഈ ഒ പിയിൽ പേഷ്യൻസിൻ്റെ അടുത്തിരുന്ന് അവരോട് പറയുന്ന പല കാര്യങ്ങളും ഈ ചെവിയിലെ കേട്ട് ഈ ചെവിയിലാണ് പോകാറ്. പക്ഷേ അത് കേൾക്കാനും കാണാനും കൗതുകമുള്ള ഇതുപോലെയുള്ള വിനോദ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ മനസ്സിൽ നിൽക്കുകയും ചെയ്യും. ഒരു പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും. ഇത്തരം വേദികൾ ഭയങ്കര ഇൻഫോർമൽ ആയിട്ടാണ് ഈ കാര്യം ആൾക്കാരിൽ എത്തിക്കുന്നത്. ഇപ്പൊ നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോ നമ്മുടെ അടുക്കളയാണ്, നമ്മുടെ സ്വന്തം സ്ഥലമാണ്. എനിക്ക് മേല ഇനി താങ്ങുമല്ല, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. ശരിക്കും എനിക്ക് തോന്നുന്നു മലബാർ സൈഡ് അല്ലേ? അതെ, ഞാൻ കോഴിക്കോടും കണ്ണൂരുമാണ്. അപ്പൊ പിന്നെ ദൈവം തമ്പുരാനെ, ഞാൻ ഈ പുട്ടും ഞണ്ടും ഒക്കെ ആയിട്ട് എന്നാ പരിവാകുമെന്ന് എനിക്ക് തന്നെ അറിയാൻ മേല. ഞങ്ങൾ എവിടെ പോകുമ്പോഴും അതാത് സ്ഥലത്തെ ഭക്ഷണം ട്രൈ ഔട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ഇന്ന് ആനീസ് കിച്ചണിലെ ഭക്ഷണം ട്രൈ ഔട്ട് ചെയ്യാം. ഡോക്ടർ നല്ലതായിട്ട് പറയണ്ടേ, അതുകൊണ്ട് ഞാൻ ഡോക്ടറിന് ആദ്യം ചൂട് ഭക്ഷണം. ഞാനൊരു പക്ക വെജിറ്റേറിയൻ, എൻ്റെ അമ്മയൊക്കെ പക്ക വെജിറ്റേറിയൻ ആണ്. അപ്പോൾ വീട്ടിൽ നോൺ വെജ് കിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ആക്രാന്തം കൂടുതലാണ് നോൺ വെജ്. സിത്താരയുടെ അമ്മയുടെ ഫാമിലി അവർ നോൺ വെജ് കഴിക്കാത്ത ഫാമിലി. അപ്പോൾ അച്ഛനും ഞങ്ങളൊക്കെ പുറത്ത് പോയി കഴിച്ച് ചെറിയതായിട്ടുള്ള ശീലമേ ഉള്ളൂ. ഇപ്പം കല്യാണത്തിന് ശേഷം നല്ല പാചകക്കാരാണ് സിത്താര. അമ്മ ഭയങ്കര നല്ല കുക്കാണ്. പലപ്പോഴും സമയത്തിൻ്റെ പ്രശ്നമാണ്, പക്ഷെ ഇപ്പം നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രാബ് ശരിക്കും കഴിക്കേണ്ട വിധം ഇതുവരെയും എനിക്ക് അറിയില്ല. കഴിക്കാൻ ഭയങ്കര ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിലും വലിയ ടെൻഷനൊന്നുമില്ല. എന്നാന്നറിയോ, ക്രാബിനോട് നമ്മൾ ഒരുപാട് ഫോർമാലിറ്റീസ് കാണിക്കരുത്, മനസ്സിലായില്ലേ. ഞാനൊക്കെ ഇത് കഴിക്കാൻ പഠിച്ച സത്യം പറഞ്ഞാൽ ഇതങ്ങോട്ട് പൊട്ടിക്കും, കരിവരാ തിന്നും, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ആക്രാന്തമില്ലേ, അത് വേണം ക്രാബിനോട് കഴിക്കാൻ. എന്ത് ഭക്ഷണമാണെങ്കിലും ഹോട്ടലിൽ പോവാണെങ്കിൽ ഞാനൊരു കോർണർ നോക്കും, ആരും അധികം കാണാത്ത. അത് എനിക്ക് ഭയങ്കര സയന്റിഫിക് ആയിട്ട് കഴിക്കാൻ അറിയാൻ ചേച്ചി. എനിക്കിത് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്, പക്ഷെ നാണക്കേടല്ലേ, അത് വാട്സാപ്പിൽ വന്ന് സിത്താരയുടെ ഭക്ഷണം, സിത്താരനെ വളരെ അടുത്തറിയുന്നവർക്കൊക്കെ ഭയങ്കര ഭക്ഷണം കഴിക്കുന്ന രീതിയും മാതൃകാപരമാണ് സത്യത്തിൽ. കോഴിയൊക്കെ കഴിച്ചാല് കോഴികൾ തന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല, കുറച്ച് പൊടി മാത്രം ബാക്കി. അത്ര ആസ്വദിച്ച് കഴിക്കും അല്ലേ, ആസ്വദിച്ച് കഴിക്കുന്നല്ലേ സിത്താരല്ലേ, അല്ലാതെ നേരത്തെ ഡോക്ടർ അല്ല ആസ്വദിച്ച് കഴിക്കുന്നത്. അപ്പൊ ഫുഡിനോട് ഒത്തിരി രുചി നോക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടെ ഈ കോഴീന്റെ ഒക്കെ കഴുത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കഴുത്ത് വരെ കടിച്ചു തന്ന അവസ്ഥയാണ്. കല്യാണം കഴിച്ചപ്പോ ഇത്ര ആലോചിച്ചില്ലല്ലേ. സിത്താര ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഫുഡ് ഏതാ? ഏറ്റവും നല്ല ഫുഡ് പറഞ്ഞാൽ വെജാണോ നോൺ വെജ് ആണോ? നോൺ വെജ് തന്നെയാണ്. സിത്താര ഇങ്ങോട്ട് നോക്കും. ബീഫ് ഉണ്ടാക്കും, ഞാൻ നോക്കി പഠിപ്പിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ്. എന്നാ ഉണ്ടാക്കുന്നത്? ബീഫ് ഒലത്താണോ, ബീഫ് കറിയാണോ, ബീഫ് പെരട്ടാണോ? സിത്താര ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ബീഫാന്ന് പറഞ്ഞു. ബീഫ് വരട്ടിയത്, ഒലത്തി വെക്കുന്നത് തേങ്ങ വെച്ചിട്ട്. അമ്മ ആദ്യമൊക്കെ ഹെഡ്ഫോൺ വെച്ചിട്ടായിരുന്നു അമ്മയോട് ചോദിക്കുക, പ്രഷർ കുക്കർ അടക്കിയാണേ തുറക്കണ്ടപ്പോ പറയണേന്നൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ ശീലായി, ഇപ്പൊ നല്ലതായിട്ട് ചെയ്യും അല്ലേ. പിന്നെ ദോശയൊക്കെ ചൂടായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നല്ല എന്നാ നല്ല മോളാന്ന് നോക്കിയേ. അത് ഈ പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുണ്ട്, കുഞ്ഞുനാളിലൊക്കെ ഭയങ്കര ഡാൻസും കലാതിലകവും ഒക്കെ ആയിരുന്നു സിത്താര അല്ലേ. അതൊക്കെ അതല്ല ചോദിക്കപ്പോഴേ, കുഞ്ഞുനാളിൽ മുഴുവനും ഡാൻസ്, അത് കഴിഞ്ഞിട്ട് നോക്കൂ ഒരു ടേണിംഗ് പോയിന്റ് പോലെ പാട്ട്. ഇതെന്നെ മോളെ
പാട്ട് കൂടെ പഠിച്ചതാണോ അതോ ഡാൻസ് മാത്രം? രണ്ടും പഠിച്ചിരുന്നു, രണ്ടും ഒരേമാതിരിയാ ട്രെയിനിങ് ഒക്കെ എടുത്തിരുന്നത്. ആ സമയത്ത് രണ്ടും കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു. അന്ന് കോമ്പറ്റീഷനിൽ പ്രൈസും ഒക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് കിട്ടിയിരുന്നത്. പക്ഷെ അന്ന് ഡാൻസിനാണ് കുറേ കൂടി മീഡിയയിൽ ഒരു ഇമ്പോർട്ടൻസ് കിട്ടി. അങ്ങനെയാണ് എല്ലാവരും ഡാൻസ് ചെയ്യണ കുട്ടി എന്നുള്ള രീതിയിൽ അറിഞ്ഞത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടിൽ കുറച്ചും കൂടി ഫോക്കസ് കൂടി, അവസരങ്ങൾ, സിനിമയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, മത്സരങ്ങളൊക്കെ. ഇഷ്ടംപോലെ ട്രോഫീസ് ആണ് അപ്പം കലാതിലകല്ലേ. അപ്പൊ എത്രയെല്ലാം കോമ്പറ്റീഷൻസ് പോയിട്ടുണ്ടാവും അല്ലേ? ഒരു റൂം ഫുൾ. ശരി, പെണ്ണ് കാണാൻ വന്നപ്പം കാണിച്ചു തന്നാ മതി. എനിക്കിതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി ഭാരവാഹിക്കായിരുന്നു. അപ്പം സിത്താരയുടെ അച്ഛൻ അവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഫാമിലി ആയിട്ട് നല്ല അടുപ്പായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അവിടെ പോവാറ്. അങ്ങനെ പിന്നെ അല്ലാതെ തന്നെ പത്രത്തിലൊക്കെ എപ്പോഴും ഫോട്ടോ വരുന്നു. പിന്നെ കുറേശ്ശേ നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കുന്നതെന്ന് നോക്കിക്കേ. അപ്പോഴേ വട്ട വിട്ടു ഈ കുഞ്ഞിനെ ഒന്ന് നോക്കണമല്ലോ എന്നല്ലേ. പിന്നെ കല്യാണം ആലോചിച്ച് ചെന്നു. അതെ 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 അതെ. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വിവാഹം ആലോചിച്ച് തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ച് കളയാം, വേറെ എന്നാ പിന്നെ തപ്പി മെനക്കെടുണ്ടല്ലോ എന്നാ ഈ കുഞ്ഞിനെ തന്നെ ആലോചിക്കാലോ എന്ന് വിചാരിച്ചല്ലേ. ഇപ്പൊ പിള്ളേര് ഒരു മോളുണ്ട് ഞങ്ങൾക്ക്, അവൾക്ക് 2.5 വയസ്സായി. സാവൻ ഋതു എന്നാ പേര്. സാവൻ ഋതു. ഓ ഋതു. ഓക്കെ. ഇപ്പൊ അവരെവിടെ? കാലിക്കറ്റില്. ഇപ്പം കൊച്ചിയിൽ എൻ്റെ അമ്മയുണ്ട് കൂടെ. അപ്പം അമ്മ പിള്ളേരെ നോക്കുന്നത്? അമ്മയാണ് വാവയുടെ ഒരു വാവ അമ്മയുടെ ഫാനാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനെ യാത്രകളൊക്കെ കുഴപ്പമില്ലാണ്ട്. അമ്മ ഉണ്ടാക്കുന്ന മീനാണ് വാവയുടെ ഏറ്റവും ഇഷ്ടം. മീമി എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. എല്ലാ മീൻകാരൻ മീൻ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവള് പുറത്ത് അമ്മയുടെ കൂടെ ഇറങ്ങി തോളത്താണെങ്കിൽ ഓരോ സാധനത്തിന് മീമി, പിന്നെ കോര മീമി, കൊച്ചിനറിയാവേ എന്തായാലും പേരെല്ലാം. മാന്തൽ മീമി. ഞാൻ നോക്കിയപ്പോൾ അവൾക്ക് നല്ല ടേസ്റ്റ് സെൻസ് ഉണ്ട്. അതെന്റെ വലിയ ഭാഗ്യം. വേറെ ഒന്നും ഇല്ലെങ്കിലും നല്ല ഭക്ഷണം എനിക്ക് ഇല്ല ചേച്ചി, നല്ല ഭക്ഷണം രുചിയോടെ കഴിക്കാൻ അറിയില്ലെങ്കിൽ ഭയങ്കര കഷ്ടമല്ലേ അല്ലേ? നമ്മുടെ 20th ഇയർ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്തില്ലേ ഷാറൂഖ് ഖാൻ. അതുപോലെയായിരുന്നു എനിക്ക് സിത്താരയ്ക്ക് ഈ പറഞ്ഞ കൂട്ട് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഏത് ഈ സെല്ലുലോയിഡിലെ പാട്ട് അല്ലേ? ആ ഒരു ടേണിംഗ് പോയിന്റിനെ കുറിച്ചൊന്ന് പറയോ? തീർച്ചയായിട്ടും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയും പാട്ടും ഒക്കെയാണ്. അതിന് മുമ്പ് അതിശയം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടണേ. അതിനുശേഷം കുറച്ച് എന്താ പറയുക, ആളുകൾ ശ്രദ്ധിച്ച കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൽസമ്മ എന്ന ആൺകുട്ടിയിൽ രാജാമണി സാറിൻ്റെ പാട്ടാണെങ്കിലും, പിന്നെ മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ട്രാഫിക്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകളിൽ പാട്ടുകൾ ഉണ്ടായിരുന്നു, തമിഴിലും ഒക്കെ. പക്ഷേ സെല്ലുലോയിഡ് വന്നപ്പം തീർച്ചയായിട്ടും അതിന് കിട്ടിയിട്ടുള്ളൊരു അംഗീകാരം ഉണ്ടല്ലോ. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ആളുകൾ കൂടുതലും ശ്രദ്ധിച്ചു. അതിന് മുമ്പ് പാടിയ പാട്ടുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു കാരണമായി. അപ്പോൾ എനിക്ക് എൻ്റെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ടാണ് എം ജയദേവൻ സാറും കമൽ സാറും തന്നിട്ടുള്ള ആ ഒരു പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ആ പാട്ടൊന്ന് 2 വരി ഒന്ന് പാടുമോളെ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏണിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ശരിക്കും ഇതിപ്പോ തമിഴിലും എടുത്തപ്പം അതില് ഇതേ മാരിയാ ട്യൂൺ ഇത് തന്നെയാണ്, വരികൾ മാത്രം. അമ്മാടിന താമരൈതാന, അമ്മാടിന മാറിവിൽദാന, അമ്മാടിന മാമഴൈതാന, കമ്മലിട്ടേ പൊട്ടു തൊട്ടേ ഏണിതൊന്നും അറിഞ്ഞതേയില്ലേ തെമ്മാങ്ക് തേൻ കുയിലേ. തമിഴൊക്കെ നേരത്തെ അറിയോ? കുറേശ്ശെ നമ്മൾ കേട്ടാൽ മനസ്സിലാവും, കുറേശ്ശൊക്കെ വർത്താനം പറയും. അപ്പൊ പിന്നെ പാട്ട് പാടാൻ പറഞ്ഞപ്പോ പേടിയായില്ലേ? തമിഴിലൊക്കെ പാടുമ്പോ ആ ഒരു തമിഴ് പാട്ടുകൾ അതിന് മുമ്പ് ഞാൻ പാടിയിരുന്നു ചേച്ചി, കുറച്ച് അധികം പാട്ടുകൾ. പിന്നെ എനിക്ക് എൻ്റെ ടീച്ചേഴ്സൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് ഒക്കെ അവിടെയുള്ള. അപ്പം അതുകൊണ്ട് ഭാഷ അങ്ങനെ സഹായിക്കുമല്ലോ അവിടെ എല്ലാവരും. എനിക്കൊന്ന് തമിഴില് മാത്രമല്ല തോന്നുന്നു അല്ലേ സിത്താര? തെലുങ്കിലും കന്നഡയും കുറേശ്ശെ പാടിയും. മലയാളികൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ് തോന്നുന്നുണ്ട് ഈ ഭാഷ. ഇതൊക്കെ മലയാളമാണോ ഏറ്റവും പാട് പഠിക്കാന്? മലയാളത്തിൽ എല്ലാ സിലബിൾസും ഉണ്ട്. തെലുങ്കാണ് നമുക്ക് കുറേം കൂടി എനിക്ക് എളുപ്പമായി തോന്നിയിട്ടില്ലേ മലയാളികൾക്ക്. പിന്നെ തമിഴൊക്കെ അവര് സഹായിക്കും, നമ്മളെന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ അപ്പൊ അവര് കറക്റ്റ് ചെയ്യാൻ. ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ പുട്ട് ഇതുവരെ എന്റെ പുട്ട് തണുത്താലുള്ള അവസ്ഥ അറിയാലോ. പിന്നെ എന്നെ ചീത്ത വിളിക്കാറ്, ഞാൻ ഇങ്ങനെ കാതൊക്കെ പൊത്തിയിരിക്കേണ്ടി വരും. ഇതിനകത്ത് ബേസിക്കലി ഇച്ചിരി ഉപ്പൊക്കെ കുറവായിരിക്കും, ഞങ്ങൾ ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ആണ്. പക്ഷെ എന്നാൽ തല്ലുകൊളുത്തരം ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞതെന്നറിയോ,
ഞാൻ ഇച്ചിരി തേങ്ങ കൂടുതൽ ഇട്ടിട്ടുണ്ട്. തേങ്ങ കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് വളരെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പാടില്ല. അതിൽ വലിയൊരു ദോഷമൊന്നും തേങ്ങ ഉണ്ടാക്കണില്ല. കാരണം നമ്മുടെ പ്രാദേശികമായ ഒരു ഭക്ഷണ രീതി എന്നുള്ള രീതിയിൽ തേങ്ങ അതിൻ്റെ ഭാഗമാണ്. പുട്ട് പ്രത്യേകിച്ച് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ. ദാസാറൊക്കെ ഇപ്പോഴും ഈ പ്രായത്തിലും ആരോഗ്യം പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ ആവിയിൽ പുഴുങ്ങിയ സിത്താര അങ്ങനെയാണോ? ഭക്ഷണ രീതി അത്ര ആരോഗ്യകരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇടി ഉറപ്പാണ് ഡോക്ടറിന്റെ. ഇനി ഇതിപ്പോ ചോദിച്ചു നോക്കൂ, വീട്ടിലെങ്ങനെ കഴിക്കുന്നത്? ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? ഫാസ്റ്റ് ഫുഡാണ്? ചിക്കൻ അല്ല, ചിക്കൻ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി. ഭയങ്കര നല്ല ടേസ്റ്റാണ് ചേച്ചി. പക്ഷെ ഇത് ഭയങ്കര രസമായിരുന്നു. ചില ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ പിന്നെയും വിശക്കുമല്ലോ, അത് അതിന്റെ ക്വാളിറ്റിന്റെ സൈഡാണ്. കല്ലുമ്മക്കായ ഞണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. പക്ഷേ ഇത് പൊട്ടിക്കാം. ഷെൽഫിഷുകൾ പൊതുവെ ക്രാബും ഈ കല്ലുമ്മക്കായൊന്നും അത്ര ഹാർട്ടിന് നല്ലതല്ല എന്ന് പറയും. മീനാണ് ഏറ്റവും നല്ലത്. ചെറു മീനുകളൊക്കെ വേവിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹൃദയത്തിന്.